നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊല്ലത്ത് മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവനൊടുക്കി. തഴുത്തല PK ജംഗ്ഷന് സമീപം നസിയത്ത്, മകൻ ഷാൻ എന്നിവരാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ്. പത്തനാപുരം കറവൂർ ഓലപ്പാറ സ്വദേശിയായ യുവാവിന്റെ ദുരൂഹ മരണം. പ്രതികളിൽ ഒരാളായ റഹ്മാ ഷാജിയുമായി തെളിവെടുപ്പ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദളിത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ വനമേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാടൻ തോക്കുമായി അഞ്ചലിൽ യുവാവ് പിടിയിൽ. അഞ്ചൽ മണലിൽ സ്വദേശി സജു സാബുവാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കൊല്ലം തിരുമംഗലം ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇന്റർലോക്ക് പാകുന്ന ജോലികളും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികളുമാണ് പുരോഗമിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്ത് മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവനൊടുക്കി. തഴുത്തല PK ജംഗ്ഷന് സമീപം നസിയത്ത്, മകൻ ഷാൻ എന്നിവരാണ് മരിച്ചത്. നസിയത്തിന്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിലും ഷാനിന്റെ മൃതദേഹം തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത്. കൊട്ടിയം തഴുത്തല PK ജംഗ്ഷനിലെ വീട്ടിൽ അമ്മയും മകനും മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരു കോള് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവര ഫോൺ കോളുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ കൂടിയെത്തിയത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉമ്മ മരണപ്പെട്ട് അവിടെ കഴുത്തറുത്ത നിലയിൽ കിടക്കുന്നു, മകൻ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു. ഇതാണ് ഞാൻ കണ്ട. പോലീസെല്ലാം അവിടെ ഉണ്ട്. ഞാൻ വരുമ്പോൾ ഇത് നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് അറിയുന്നു, പക്ഷേ എന്താണെന്ന് അറിയില്ല. ഇതിന് വ്യക്തമായിട്ട് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ഇപ്പം അമ്മയെ കഴുത്തറുത്ത് കൊന്നയാണോ അതോ ആത്മഹത്യ? കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടു. ഇപ്പം വന്നപ്പോൾ കഴുത്തറുത്ത് ഒരു മുറിയിൽ കഴുത്തറുത്ത് കിടക്കുന്നതാണ് കണ്ടത്. പിന്നെ തൊട്ടടുത്ത മുറിയിൽ മകൻ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. ഇപ്പം ഈ നമ്മുടെ മാരകമായിട്ടുള്ള മറ്റ് ഇതുണ്ടല്ലോ, മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണിത്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. മകൻ അമ്മയുടെ കഴുത്തറുത്ത ശേഷം ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. അമ്മയുടെ ശരീരം കഴുത്തറുത്ത നിലയിലും മകൻ തൂങ്ങി നിൽക്കുകയാണ്. സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഇനി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. പയ്യൻ മകൻ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട്. അതും പോലീസ് പൂർണ്ണമായി പറയേണ്ടതാണ്. എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യമാണ്. സമൂഹം എത്തി നിൽക്കുന്ന വലിയ അപകടകരമായ ഒരു അവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ, മരണങ്ങൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപകടകരമായ ഒരു അവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. നസിയത്തിനെയും ഷാനിനെയും വെള്ളിയാഴ്ച രാവിലെ അയൽവാസികൾ കണ്ടിരുന്നു. ഷാനിനെതിരെ ഭാര്യയും അവരുടെ അമ്മയും കൊട്ടിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഷാൻ ഉപദ്രവിച്ചതായാണ് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഭാര്യയെ 2 ദിവസം മുമ്പ് ബന്ധുക്കൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. തങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് നസിയത്തും ഷാനും ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. ഒരു ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മയിലും പഞ്ചായത്തിൽ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന കാരൂരിലെ കളിസ്ഥലം മന്ത്രിമാരായ V. അബ്ദുറഹ്മാനും KN ബാലഗോപാലും സന്ദർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് CS2 സ്പോർട്സിന്റെ ഭാഗമായാണ് കളിസ്ഥലം നിർമ്മിക്കുന്നത്. കേരളം വളരെ ഗൗരവത്തോടെയാണ് കായിക രംഗത്തെ സമീപിക്കുന്നതെന്നും പുതുതലമുറയെ ലഹരിക്ക് വിട്ടുകൊടുക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ കായിക പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്നും മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിലും കളിക്കളങ്ങൾ നിർമ്മിക്കുക സർക്കാർ നയമാണെന്നും കൊട്ടാരക്കരയിൽ 8 ഇടങ്ങളിൽ നിർമ്മാണം നടക്കുകയാണെന്നും മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇതിനായി പണം കണ്ടെത്താം. യുവതയെ കായിക രംഗത്ത് സജീവമാക്കുന്നതിലൂടെ ലഹരി വ്യാപനം ഫലപ്രദമായി ചെറുക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. MLA-മാരുടെ ആസ്തി വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് തന്നെ വെച്ചിട്ടാണ് പ്രവർത്തനം നടക്കുന്നത്. എല്ലാ സ്ഥലത്തെയും പ്രവർത്തനങ്ങൾ ഇവിടെ കുളം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് നീന്തൽക്കുളവും സൗകര്യങ്ങൾ വരും. ബാക്കി സ്ഥലത്ത് നല്ല സൗകര്യം എന്ന നിലയിൽ വരുന്ന തരത്തിലേക്കാണ് ഇത്. എല്ലാ സ്ഥലത്തും 8 സ്ഥലത്തും ഇത് വരുമെന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വന്നു കഴിഞ്ഞാൽ അവിടെ മാത്രം നമുക്ക് നിർത്താൻ പറ്റില്ല. കൂടുതൽ ചെറിയ ചെറിയ കളിക്കളങ്ങളായാലും വേണം, കുറച്ചുകൂടി കൂടുതൽ വേണം. അതെല്ലാം ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന നല്ല ഒരു പദ്ധതിയിട്ട് സ്പോർട്സ് എക്കോണമി പ്രത്യേക പ്രാധാന്യത്തോടുകൂടി കൊണ്ടുപോവുകയാണ്. മൈലം പഞ്ചായത്തിലെ കാരൂരിൽ 2 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. ഇൻഡോർ സ്റ്റേഡിയം, ഷട്ടിൽ കോർട്ട്, ഫെൻസിംഗ്, ചുറ്റുമതിൽ, ഡ്രെയിനേജ് സംവിധാനം എന്നിവ നിർമ്മിക്കുന്നതിനോടൊപ്പം കുളം, ഗ്രൗണ്ട് നവീകരണം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ചടങ്ങിൽ മന്ത്രിമാർ ഫുട്ബോൾ, ക്രിക്കറ്റ് കിറ്റുകൾ മണ്ഡലത്തിലെ സ്പോർട്സ് ക്ലബ്ബുകൾക്ക് വിതരണം ചെയ്തു. നമ്മുടെ ബന്ധുക്കൾ, വിദ്യാർത്ഥികൾ ഇവരെയൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിൽ രാസലഹരിയിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അതിനെ ചെറുക്കുക. രാസലഹരിയുടെ വിൽപ്പനക്കാരായിട്ടുള്ള അവരുടെ കണ്ണുകളെ തകർക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. തുടങ്ങിയിട്ടുള്ള ധാരാളം മെസ്സേജുകളാണ് നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ലഹരിക്കെതിരായിട്ടുള്ള പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കുന്നു. മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജിനാഥ്, പഞ്ചായത്ത് സെക്രട്ടറി വിജയൻ, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി, വൈസ് പ്രസിഡന്റ് എം.ആർ. രജിത്ത്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ്, സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലേഖ, രഞ്ജു സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KMML സമരസമിതി നേതാക്കളും മന്ത്രിയുമായി നടത്തിയ ചർച്ചയും പരാജയം. സമരം തുടരാൻ സമരസമിതി തീരുമാനം. KMML DCW തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളി ഐക്യ സമരസമിതി സമരം നടത്തുന്നത്. KMML DCW തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളി ഐക്യം സത്യാഗ്രഹ സമരം നടത്തുന്നത്. സമരം 57 ദിവസം പിന്നിട്ടു. കഴിഞ്ഞ ദിവസം സമരസമിതി നേതാക്കളുമായി മന്ത്രി ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല. കഴിഞ്ഞ 9-ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും മാനേജ്മെന്റുമായും ചർച്ച നടന്നിരുന്നു. ചർച്ചകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ തൊഴിലാളി ഐക്യ സമരസമിതി തീരുമാനിച്ചത്. തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിരവധി വർഷങ്ങളായി KMML കരാർ വ്യവസ്ഥയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെയും വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടികയാണ് DCW തൊഴിലാളികൾ എന്നറിയപ്പെടുന്നത്. ഈ തൊഴിലാളികളുടെ പട്ടിക 14 വർഷക്കാലമായി തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് INTUC ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. കഴിഞ്ഞ 57 ദിവസമായിട്ട് KMML DCW തൊഴിലാളികൾ നടത്തിവരുന്ന സത്യാഗ്രഹ സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സമരം നടന്നു പോകുന്നത്. ഞങ്ങൾ 639 തൊഴിലാളികളിൽ 572 പേർ ഒപ്പിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്കും RLCക്കും മുന്നിലെത്തുകയും ഇവിടെ 2021 മുതൽ 3 വർഷത്തെ കരാറിൽ ആ 2021 പറഞ്ഞ കരാറുകൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ 2024 പുതിയ കരാർ കൊണ്ടുവരികയും അതിലും അന്ന് പറഞ്ഞ കരാർ 3 മാസത്തിനുള്ളിൽ നടപ്പിലാക്കാമെന്ന് പറഞ്ഞ ഗ്രാറ്റുവിറ്റി, വെൽഫെയർ, മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകാതെ വീണ്ടും 2024 അതേ വിഷയങ്ങൾ തന്നെ കൊണ്ടുവച്ച് വീണ്ടും 2 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞതിനെതിരെയും കഴിഞ്ഞ 25 വർഷം മുതൽ 30 വർഷം വരെ കോൺട്രാക്ട് സൈറ്റുകളിൽ വർക്ക് ചെയ്തവരും DCW ആയിട്ട് കഴിഞ്ഞ 13 വർഷക്കാലമായി വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. യുവാവിന്റെ ദുരൂഹ മരണം. പ്രതികളിൽ ഒരാളായ റഹ്മാൻ ഷാജിയുമായി തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദളിത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ വനമേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കറവൂർ ഓലപ്പാറ സ്വദേശി ഓമനക്കുട്ടനാണ് മരിച്ചത്. കറവൂർ ഓലപ്പാറ പുത്തൻ വീട്ടിൽ രവിയുടെ മകൻ 38-കാരനായ ചാത്തൻ എന്ന് വിളിക്കുന്ന ഓമനക്കുട്ടന്റെ മൃതദേഹമാണ് വനാതിർത്തിയിൽ പെരിന്തോയിൽ കാക്കപ്പൊന്ന് എന്ന സ്ഥലത്ത് കണ്ടെത്തിയത്. മൃതദേഹം കാണുമ്പോൾ 3 ദിവസത്തെ പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. സുഹൃത്തുക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതായാണ് പ്രാഥമിക കണ്ടെത്തൽ. ആദ്യം സ്വാഭാവിക മരണമാണെന്നാണ് കരുതിയത്. മൃതദേഹം കാണുന്നതിന് 3 നാൾ മുമ്പ് പിടിയിലായ റഹ്മാ ബീവിക്കും അനിൽകുമാറിനുമൊപ്പം രാത്രിയിൽ ഓമനക്കുട്ടനെ ചിലർ കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് റഹ്മാൻ ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. 1-ാം പ്രതിയെന്ന് കരുതുന്ന അനിൽകുമാറിനെ പോലീസ് തെരയുകയാണ്. അനിൽകുമാറും റഹ്മാൻ ഷാജിയും ചേർന്ന് ഓമനക്കുട്ടനെ മദ്യം വാങ്ങി നൽകിയ ശേഷം കൊലപ്പെടുത്തിയതാണെന്നാണ് സൂചന. അനിൽകുമാറിന്റെ ഭാര്യയെ ഓമനക്കുട്ടൻ അസഭ്യം പറഞ്ഞതും ശല്യപ്പെടുത്തിയതും കൊലപാതകത്തിലേക്ക് എത്തിയതായി പോലീസ് സംശയിക്കുന്നു. ഇവരെ സംഭവ കേസൊന്നും അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് നമ്മുടെ ഒരു വന്നതിനെ വെച്ച് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ ഒറ്റ പോയിന്റ് പറഞ്ഞത്, ഞാൻ കയ്യകാലം അടിച്ചു പിടിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് മാത്രം നമുക്കറിയാം. അത് കഴിഞ്ഞ് അടച്ചിട്ട് പോയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പത്തനാപുരം SHO R ബിജുവിന്റെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. കൂലിപ്പണിക്കാരനായിരുന്ന ഓമനക്കുട്ടൻ അവിവാഹിതനാണ്. മൃതദേഹം കണ്ട സ്ഥലത്ത് റഹ്മാൻ ഷാജിയെ എത്തിച്ചായിരുന്നു പോലീസിന്റെ തെളിവെടുപ്പ്.
ഞങ്ങളെ കസ്റ്റഡി ഇരിക്കുമ്പോൾ ചോദിക്കാൻ പറ്റില്ല. അത് ചോദിക്കാൻ ഞാനുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആലപ്പുഴ RT ഓഫീസിന്റെ നേതൃത്വത്തിൽ KP റോഡിൽ മോട്ടോർ വാഹന എക്സൈസ് പോലീസ് വകുപ്പുകൾ സംയുക്ത വാഹന പരിശോധന നടത്തി. ഡ്രൈവ് അവേ ഫ്രം ട്രക്സ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് സ്പെഷ്യൽ സ്ക്വാഡിനൊപ്പമാണ് മറ്റ് വകുപ്പുകളും ചേർന്ന് സ്വകാര്യ വാഹനങ്ങളിൽ പരിശോധന നടത്തിയത്. ആലപ്പുഴ RTO AK ദിലീപിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മോട്ടോർ വാഹന വകുപ്പിലെ സ്പെഷ്യൽ സ്ക്വാഡിനൊപ്പമാണ് മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ചേർന്ന KP റോഡിൽ സ്വകാര്യ വാഹനങ്ങൾ പരിശോധിച്ചത്. സ്വകാര്യ ആഡംബര വാഹനങ്ങൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്നുകൾ എന്നിവ കടത്താനായി ഉപയോഗിക്കുന്നു എന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇതുകൂടാതെ ഡോക്ടർ, അഡ്വക്കേറ്റ്, പ്രസ് തുടങ്ങിയ സ്റ്റിക്കറുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയെ തുടർന്നും അത്തരത്തിലുള്ള സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ പരിശോധിച്ച് അതിന്റെ ആധികാരികതയും ഉറപ്പുവരുത്തി. KP റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്ന സംഘം 300ഓളം സ്വകാര്യ വാഹനങ്ങളാണ് പരിശോധിച്ചത്. ഒരു വാഹനത്തിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നം കണ്ടെത്തി. തുടർന്ന് എക്സൈസ് സംഘം പിഴ ഈടാക്കി. MVIമാരായ KS പ്രമോദ്, ബേബി ജോൺ, അജിത് കുമാർ, സിയാദ്, മോഹൻലാൽ, സജീവ് വർമ്മ, അജിത് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്പെഷ്യൽ ഡ്രൈവിൽ 32 അംഗ സംഘമാണ് പങ്കെടുത്തത്. സ്വകാര്യ ആഡംബര വാഹനങ്ങളുടെ നിയമലംഘനം കണ്ടെത്താനായി ജില്ലയിലെ പ്രധാന റോഡുകളിൽ മിന്നൽ പരിശോധന നടത്തുമെന്ന് RTO AK ദിലു പറഞ്ഞു. ഏതാണ്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ 140 വണ്ടി, ഇനിയും കുറേയധികം വാഹനങ്ങൾ ഞങ്ങൾ നോക്കും. സന്ദേശം ഇത്രയേ ഉള്ളൂ. ഏത് സമയത്തും പരിശോധിക്കും, ഏത് വണ്ടിയും പരിശോധിക്കും. രണ്ടാമതായിട്ട് ഞങ്ങൾ നോക്കിയത് വ്യാജമായി സ്റ്റിക്കർ പതിച്ച വാഹനങ്ങൾ, ഡോക്ടറാണെന്നോ ലോയറാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറുകൾ പതിക്കുക. അപ്പോൾ അതിൻ്റെ മറവിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ചെറിയ പ്രിവിലേജ് ഞങ്ങൾ റോഡിൽ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ ഡോക്ടേഴ്സോ യഥാർത്ഥ വക്കീലന്മാരോ അല്ലാത്തവർ ഈ സ്റ്റിക്കറിൻ്റെ ഒരു പ്രിവിലേജ് ഉപയോഗിക്കും. ഇന്നത് നോക്കിയില്ല, എല്ലാം ഡോക്ടേഴ്സ് ആയാലും ലോയേഴ്സ് ആയാലും എല്ലാം നോക്കി അവർക്ക് ഒരു എമർജൻസി സർവീസിൽ പോകുന്നുള്ള പരിഗണനയാണ്. പക്ഷേ വ്യാജമായ സ്റ്റിക്കറുകൾ ആൾക്കാർ പതിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇന്ന് പരിശോധിക്കുകയുണ്ടായി. കേസുകളൊന്നും ഇതുവരെ എടുക്കേണ്ടി വന്നിട്ടില്ല. ആംബുലൻസും പരിശോധിക്കും. ആംബുലൻസിന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു രോഗിയുമായിട്ട് ഒരു എമർജൻസി ഘട്ടത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ മറവിൽ ഒരു ആംബുലൻസ് കിട്ടുന്ന പ്രിവിലേജിൻ്റെ മറവിൽ ഒന്നും കിടത്താൻ അനുവദിക്കില്ല. അതും പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഉപയോഗിക്കേണ്ട വിവിധ തരം രജിസ്റ്ററുകൾ തയ്യാറാക്കി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി സഹകരണ സംഘം. നിലവിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വലിയ വിലയ്ക്ക് ലഭ്യമാകുന്ന സഹകരണ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ മുഴുവൻ രജിസ്റ്ററുകളും മിതമായ വിലയിൽ കേരളത്തിൽ ആകമാനം ലഭ്യമാക്കാനാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി പ്രവർത്തക സഹകരണ സംഘം ലക്ഷ്യമിടുന്നത്. സഹകരണ ബാങ്കുകളിൽ ഉപയോഗിക്കാവുന്ന 16ഓളം രജിസ്റ്ററുകളാണ് മിതമായ നിരക്കിൽ സംഘം തയ്യാറാക്കിയിട്ടുള്ളത്. രജിസ്റ്ററുകളുടെ വിപണനോദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ M. അബ്ദുൽ ഹലീം നിർവഹിച്ചു. ക്ലാപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ക്ലാപ്പന സുരേഷ് ഏറ്റുവാങ്ങി. സംഘം പ്രസിഡന്റ് V. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വളരെ കൗതുകകരമാണ് പല പ്രവർത്തനത്തിന്റെയും. നമുക്ക് ആവശ്യമായ രജിസ്റ്റർ വേണമെങ്കിൽ ഈ അൽഫോൺസ് പ്രസിഡന്റ് വിളിക്കുക, രജിസ്റ്റർക്ക് വരിക എന്നത് അവര് ഓർഡർ ചെയ്ത് വരുന്നത് വരെ നമ്മളൊക്കെ കൊടും പാതകം ചെയ്യുന്നതിൻ്റെ കൊണ്ട് അവർ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രന്ഥശാലകളുടെ രജിസ്റ്റർ എങ്ങനെ നിർവഹിക്കാം എന്ന് ആലോചിക്കുകയും നമുക്ക് അഭിമാനം. ഇതിന്റെ ആലോചനയുടെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഏത് സ്വകാര്യ സ്ഥാപനങ്ങളും കൊടുക്കുന്നതിൽ നിന്നും ക്വാളിറ്റേറ്റീവായ ഒരു മെച്ചം ഉണ്ടാകണം നമുക്ക് തീരുമാനിച്ചു. ഭരണസമിതി അംഗം VP ജയപ്രകാശ് മേനോൻ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ K. ഉണ്ണികൃഷ്ണൻ, S. അജിത്ത്, PK ഗോപാലകൃഷ്ണൻ, സംഘം സെക്രട്ടറി BK മാണിക്യം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നാടൻ തോക്കുമായി അഞ്ചലിൽ യുവാവ് പിടിയിൽ. അഞ്ചൽ മണലിൽ സ്വദേശി സജു സാബുവാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. അനധികൃതമായി ആയുധം കൈവശം സൂക്ഷിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അനധികൃതമായി ആയുധം കൈവശം സൂക്ഷിക്കുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏരൂർ CI പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സജുവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തിരകൾ നിറച്ച നിറത്തോക്ക് കണ്ടെത്തുകയായിരുന്നു. കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനാണ് ഈ തോക്ക് സൂക്ഷിച്ചിരിക്കുന്നതെന്ന നിഗമനത്തിലാണ് പോലീസ്. അനധികൃതമായി ആയുധം കൈവശം വെച്ചതിന് സജുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നിയമ നടപടികൾക്ക് ശേഷം സജുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശതാബ്ദി സ്മാരക കവാടം ഉദ്ഘാടനം ചെയ്തു. മൈനാഗപ്പള്ളി ശ്രീ ചിത്തിരവിലാസം ഗവൺമെന്റ് LP സ്കൂളിലാണ് ശതാബ്ദി സ്മാരക കവാടം ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് സ്മാരക സെമി പ്ലാനറ്റോറിയം, ശാസ്ത്രോത്സവം എന്നിവയും നടത്തി.
മൈനാഗപ്പള്ളി ശ്രീ ചിത്തിരവിലാസം ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി സ്മാരക കവാടമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതോടൊപ്പം ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് സെമി പ്ലാനറ്റോറിയം, ശാസ്ത്രോത്സവം, സെമിനാർ എന്നിവ സംഘടിപ്പിച്ചു. കവാടത്തിന്റെയും സെമി പ്ലാനറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. 20ാമത്തെ വയസ്സിൽ വലിയ ശാസ്ത്ര ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ഡോക്ടർമാർ എന്തുകൊണ്ട് ഇയാൾ കുഴഞ്ഞു വീണു എന്ന് പരിശോധിക്കുന്നതിനിടയിലാണ് ഇയാളെ ബാധിച്ചിരിക്കുന്നത് ഏറ്റവും മാരകമായ രോഗമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. 20ാമത്തെ വയസ്സ് എന്നൊരു ചെറിയ കാര്യമാണ്. ഒരു ജീവിതത്തിന്റെ പ്രഭാതത്തിൽ ഇങ്ങനെ വിടർന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു വിടരാൻ തുടങ്ങുന്ന ഒരു മൊട്ടുപോലെ ഇനി എത്രയോ കാലം പിന്നെയും ബാക്കിയുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ കുഴഞ്ഞു വീഴുന്നത് ഒരു വലിയ ശാസ്ത്ര രംഗത്തേക്ക് ചുവടുവെക്കാൻ അങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ അതിന്റെ പേരിൽ നെയ്ത ഒരു ചെറുപ്പക്കാരനാണ് കുഴഞ്ഞു വീഴുന്നത്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ P.K. ഗോവൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ സ്വാഗതം പറഞ്ഞു. ായ രീതിയിലുള്ള ഒരു കവാടം നിർമ്മിക്കുക എന്നുള്ള മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. അത് വളരെ ഭംഗിയായി അതിന്റെ ചുറ്റും അത് ഏറ്റവും ഭംഗിയാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ശതാബ്ദി സ്മാരക കവാടം ഇവിടെ നിർമ്മിക്കുവാൻ പഞ്ചായത്ത് അംഗം R. ബിജുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ, അഡ്വക്കേറ്റ് അൻസർ ഷാഫി, Y. ഷാജഹാൻ, ഉഷാകുമാരി, മനാഫ് മൈനാഗപ്പള്ളി, R. സജിമോൻ, ഷീബ സിജു, PM സെയ്ദ്, ജലജ രാജേന്ദ്രൻ, ഷാജി ചിരക്കുമേൽ, ഷിജിന നൌഫൽ, റാഫിയ നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രദർശന വിപണന മേളയുടെ 2ാം ദിവസം മാസ്മരിക നിമിഷങ്ങൾ കാഴ്ചവെച്ച നാടൻപാട്ട് കലാസംഘം. കനൽ ഗായകർ താളമേള, വായ്പാട്ട് പെരുക്കം തീർത്തു. ഒട്ടേറെ നാടൻപാട്ടുകൾ ജനഹൃദയങ്ങളിൽ എത്തിച്ച PS ബാനർജിയുടെ സംഘമാണ് കനൽ. നാടൻപാട്ടിൽ ബാൻഡ് എന്നൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് കനൽ ടീമാണെന്ന് പാട്ടുകാരൻ ആദർശ് ചിറ്റാർ പറഞ്ഞു. കാണികളിൽ 2 മണിക്കൂറോളമാണ് ശാസ്താംകോട്ടയിലെ കനൽ പാട്ടുകൂട്ടം വിസ്മയം തീർത്തത്. പതിമൂന്ന് കലാകാരന്മാർ ചേർന്ന് 20ഓളം ഗാനങ്ങളടങ്ങിയ അവിസ്മരണീയമായ അനുഭവമാണ് കാഴ്ചവെച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇന്റർലോക്ക് പാകുന്ന ജോലികളും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികളുമാണ് പുരോഗമിക്കുന്നത്. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം. പുനലൂർ TB ജംഗ്ഷനിൽ ഇന്റർലോക്ക് പാവുകയും പ്ലാച്ചേരിയിൽ റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരം അപകടമുണ്ടാകുന്ന മേഖല പരിഗണിച്ച് PS സുബാൽ MLAയുടെ നിർദ്ദേശപ്രകാരം ഇടമൺ, ഉറുകുന്ന്, തെന്മല, MSL, ആനകുത്തിവളവ്, മുരുകൻ, പാഞ്ചാൽ, ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങൾ ബ്ലാക്ക് സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുകയായിരുന്നു. ഇതിനായി 1.3 കോടി രൂപയാണ് വിനിയോഗിക്കുന്നത്. ഈ തുകയിലെ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അപകട മേഖലകളിൽ നിയന്ത്രണ വേലികൾ സ്ഥാപിച്ചു വരികയാണ്. എന്നാൽ നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ലൈറ്റുകൾ, ബാരിക്കേഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ടതുണ്ട്. തെന്മല ജംഗ്ഷനോട് ചേർന്ന് റോഡിന്റെ തകർന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം. 36 ലക്ഷം രൂപയുടെ ജോലികൾക്കാണ് ടെൻഡർ നടപടികൾ
പ്രവൃത്തികൾ പൂർത്തിയായിട്ടുള്ളത്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരം പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ മഴക്കാലത്ത് ദേശീയപാതയിലെ ഗതാഗതം സുഗമമാവുകയുള്ളൂ. തെന്മല പഴയ തിയേറ്റർ ജംഗ്ഷനിൽ നവീകരണ ജോലികൾ പൂർത്തിയായി. 13 കണ്ണറ പാലത്തിൽ ഉൾപ്പെടെ ഇന്റർലോക്ക് പാകുന്നത് ഉടൻ ആരംഭിക്കും. ദേശീയപാതയിലെ നവീകരണ പുരോഗതി വിലയിരുത്താൻ ഉടൻ തന്നെ യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോലികൾ പൂർത്തീകരിക്കാനും തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ഉൾപ്പെടെയാണ് യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഈ പണി നടത്തുന്നതിന്റെ ഒരു സൈഡ് ഏതാണ്ട് ഇച്ചിരി സിമെന്റ് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചാണ് വെച്ചിട്ട് ഈ സൈഡും ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മറിഞ്ഞു വീഴത്തില്ലേ ആൾക്കാർ? ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേ? ഞാൻ ഇവിടുത്തെ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കൂടിയാണ് സംസാരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോകുന്നത്? അതിന്റെ ഫോട്ടോ എടുത്ത് കാണിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വേനൽ മഴയിൽ കുതിർന്ന പനന്തേങ്ങ വിപണി ഉണരുന്നു. തമിഴ്നാട്ടിലെ അതിർത്തി ജില്ലകളിൽ നിന്നാണ് പനന്തേങ്ങകൾ കൂടുതലായി പുനലൂരിലേക്ക് എത്തുന്നത്. ചൂടുകനത്തതോടെ പുനലൂരിൽ പനന്തേങ്ങ വിപണി സജീവമായി. തമിഴ്നാട് ചെങ്കോട്ട, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ പനന്തേങ്ങകൾ പുനലൂരിലേക്ക് എത്തുന്നത്. വേനൽക്കാലത്ത് പൊതുവെ ചൂട് കൂടുതലുള്ള പുനലൂരിൽ ഇവയുടെ വ്യാപാരം നന്നായി നടക്കാറുണ്ട്. എന്നാൽ ഇക്കുറി വേനൽ മഴ സജീവമായതോടെ കുറഞ്ഞിരുന്ന പനന്തേങ്ങയുടെ കച്ചവടം വേനൽ മഴയ്ക്ക് അറുതിയായതോടെ കുത്തനെ ഉയർന്നിട്ടുണ്ട്. അഞ്ചൽ പുനലൂർ പാതയിലെ വിവിധയിടങ്ങളിലും തെന്മല പുനലൂർ പാതയോരങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇവയുടെ കച്ചവടം കൂടുതലായി നടക്കുന്നത്. വേനൽ കടുക്കുന്നതോടെ യാത്രികർക്ക് ആശ്വാസമേകുന്നതിനും യാത്രയുടെ വിരസത അകറ്റുന്നതിനും പനന്തേങ്ങ നല്ലതാണെന്ന് യാത്രികർ പറയുന്നു. ഒരു പനന്തേങ്ങയ്ക്ക് 30 രൂപയും ഇത് പൊട്ടിച്ച് 10 പീസാക്കി നൽകുന്നതിന് 100 രൂപയും നിരക്കിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. കേരളത്തിലെ ചൂടിലേക്ക് വന്നിറങ്ങുന്ന പനന്തേങ്ങയെ യാത്രികർ യാത്രയോളം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പനന്തേങ്ങ വിപണിയിൽ ഇക്കുറിയുണ്ടായ നഷ്ടം ഇനിയുള്ള ദിവസങ്ങളിൽ നികത്താനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലത്ത് മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവനൊടുക്കി. തഴുത്തല PK ജംഗ്ഷന് സമീപം നസിയത്ത്, മകൻ ഷാൻ എന്നിവരാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ്. പത്തനാപുരം കറവൂർ ഓലപ്പാറ സ്വദേശിയായ യുവാവിന്റെ ദുരൂഹ മരണം. പ്രതികളിൽ ഒരാളായ റഹ്മാൻ ഷാജിയുമായി തെളിവെടുപ്പ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദളിത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ വനമേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാടൻ തോക്കുമായി അഞ്ചലിൽ യുവാവ് പിടിയിൽ. അഞ്ചൽ മണലിൽ സ്വദേശി സജു സാബുവാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കൊല്ലം തിരുമംഗലം ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇന്റർലോക്ക് പാകുന്ന ജോലികളും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികളുമാണ് പുരോഗമിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.